ജീവിതം തൊലയ്ക്കാനോ? ഇനി ഇതാണ് എന്റെ ജീവിതം അനന്തു. കുറെ മുമ്പേ താഴെ നിങ്ങളുടെ ഈ വീട്ടില് അടുക്കളയിലൊന്നും ഞാൻ പോയായിരുന്നു. നമ്മൾ കൊണ്ടുവന്ന പാക്ക് ചെയ്ത സാധനങ്ങളില്ലേ, അതിനകത്ത് പാൽപാത്രം ഇല്ലായിരുന്നു. അതെടുക്കാൻ വേണ്ടി താഴെ ഒന്ന് പോയതാ. അവിടെ നിൽക്കുന്ന ജോലിക്കാരി അവരെന്നെ നോക്കുന്ന എങ്ങനെയെന്നറിയോ? നിങ്ങളുടെ ചേട്ടത്തിയമ്മ അവരുടെ അടുത്ത് പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്ന എങ്ങനെയെന്ന് അനന്തുനറിയോ? ഇതൊക്കെ സഹിച്ചു നിൽക്കുന്നത് എന്റെ ഭാഗത്ത് ശരിയുണ്ടെന്നുള്ളത് എനിക്കറിയാവുന്നതുകൊണ്ട് അനന്തു. അപ്പൊ എനിക്കിത് തെളിയിച്ചേ പറ്റൂ. എനിക്കിങ്ങനെ അഭിമാനം കേട്ട് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ അമ്മൂമ്മ പറയാറുള്ള ഒരു ചൊല്ല ഓർമ്മ വരുന്നത്, അട്ടയെ പിടിച്ച് മെത്ത കിടത്തിയ കിടക്കൂലെന്ന്. എന്താ അനന്തു പറഞ്ഞേ? എന്താ പറഞ്ഞേ? ഇത് അറിഞ്ഞോണ്ട് പറഞ്ഞാണോ അതോ അബദ്ധത്തിൽ വായിന്ന് വീണെന്നാണോ? രണ്ടായാലും അർത്ഥം ഒന്നുള്ളൂ. ആൻസി എന്നെ കുറിച്ചൊന്ന് ചിന്തിക്കുക. ഇവിടെ ഉള്ളവർ ജനിച്ചപ്പോൾ മുതൽ എന്നോട് ഇങ്ങനെയൊന്നുമല്ല പെരുമാറിയിരുന്നത്. ഈ കുടുംബത്തിന്റെ അന്തസ്സിനും അഭിമാനത്തിനും നിരക്കാത്ത രീതിയിൽ ഞാൻ ജീവിച്ചു. അപ്പോൾ അവർ എനിക്ക് നെഗറ്റീവായിട്ട് ബിഹേവ് ചെയ്തു. അങ്ങനെയുള്ള ഈ കുടുംബത്തിൽ ഞാൻ പിഴച്ചവളല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി കേസായിട്ട് അതിന്റെ പുറകെ കിടക്കാന്ന് വെച്ചാൽ ഒന്ന് ആലോചിക്ക്. അത്യാവശ്യമുള്ള കാര്യമാണോ? സത്യത്തിൽ നല്ലൊരു കുടുംബജീവിതം, മനസമാധാനമായിട്ട് ആ ഒരു ജീവിതം അതല്ലേ വേണ്ടത്? ഒന്ന് ആലോചിക്കാൻ ആൻസി. ആൻസി, നിന്നെ മനസ്സിലാക്കേണ്ടത് ഞാനാ കടമ നിർവഹിക്കുന്നുണ്ടല്ലോ. പല സ്ത്രീകൾക്കും ആ ഭാഗ്യം ഉണ്ടായിട്ടില്ല. അത് ഓർക്കണം ആൻസി. അതിനുവേണ്ടി ഞാൻ അനുഭവിക്കുന്ന ഒരു മെന്റൽ സ്ട്രെയിൻ അത് ആലോചിക്കണം. പല സ്ത്രീകൾക്കും ഇതിനു മുമ്പ് ഇത് സംഭവിച്ചിട്ടുണ്ട്. അവരാരും ഞാനല്ല എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് നടന്നിട്ടില്ല. അതിനുവേണ്ടി സ്വന്തം സ്വസ്ഥതയും ഭർത്താവിന്റെ സ്വസ്ഥതയും ജീവിതവും നശിപ്പിച്ചിട്ടില്ല. ശരിയാണോ എന്ന് ആലോചിക്ക്. ആൻസിക്ക് ഇപ്പോ ഒരു ശരി മാത്രമേ ഉള്ളൂ. എന്താ ആ ശരി മാത്രമേ എനിക്കിപ്പം മനസ്സിലാവത്തുള്ളൂ. കാരണം ഞാൻ കളിമണ്ണല്ല. എങ്കിൽ പോ. ഇതൊന്നും ഒരു പ്രശ്നമല്ലാത്ത കുറെ ആൾക്കാരുണ്ടല്ലോ, അവരോടുകൂടെ പോ. തെളിയിക്കും. ഞാൻ ഇവിടെ നിന്ന് തന്നെ തെളിയിക്കും. എന്റെ ശരി തെളിയിക്കാനേ എനിക്ക് കുടുംബ മഹിമയുടെ ഒന്നും ആവശ്യമില്ലാണെന്നു. ആ നാണക്കിടങ്ങ് അവരങ്ങ് സഹിച്ചോട്ടെ. ഇനി ഈ പ്രൊജക്ട് ഒന്നും പോവാതെ എന്റെ കൂടെ നടക്കേണ്ടി വരും എന്നുള്ള ടെൻഷനിലാണ് അനന്തു ഈ പറഞ്ഞെന്ന് വിചാരിച്ച് ഞാനതങ്ങ് സഹിച്ചോളൂ. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട് അനന്തു. ഈ നാണോ മാനെന്നൊക്കെ പറയുന്ന എല്ലാവർക്കും ഉള്ളതാ.